ഹലോ, ഇന്ന് നമ്മൾ ഫാമിലി ലോയിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഡെഫിനിഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൂ ഈസ് എ ഹിന്ദു, ആരാണ് ഒരു ഹിന്ദു, അതെന്താണെന്ന് നോക്കാം. ദ വേർഡ് ഹിന്ദു ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് കോൾഡ് ഇന്തോയ്. ഹിന്ദു എന്ന് പറയുന്ന വേർഡ് ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ഇന്തോയ് എന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ ഇന്തോയ് എന്ന വേർഡിൻ്റെ മീനിങ് റെസിഡൻസ് ഓഫ് ഇൻഡൂസ് വാലി, ഇൻഡു വാലിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെയാണ് ഇന്തോയ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ദ ടേം ഹിന്ദു ബിക്കോസ് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഹിന്ദു റിലീജിയൻ. ഈ ഹിന്ദു റിലീജിയനെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിലൊരു വൈവിധ്യത ഉണ്ട്. ഹിന്ദു റിലീജിയനിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട് ആ ഹിന്ദു റിലീജിയനിൽ. സോ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു നെയിം ഈ ഹിന്ദു എന്ന വേർഡിന് കൊടുക്കാൻ പറ്റില്ല. സെക്ഷൻ 2(3) ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955, ഓൾ ദ പേഴ്സൺ ടു ഹൂം ഹിന്ദു ലോ അപ്ലൈസ് ആർ കോൾഡ് ഹിന്ദുസ്. നമ്മൾ ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 1953 എന്നാണ് അതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഹിന്ദു മാരേജ് ആക്ട് 1955 ആണ്. അപ്പോൾ ഈ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 2(3) എന്താ പറയുന്നത് വെച്ചാൽ, ഏതൊക്കെ വ്യക്തികളാണോ ഹിന്ദു ലോ അപ്ലൈ ചെയ്യുന്നത് ആ വ്യക്തികളെയെല്ലാം ഹിന്ദുസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എ പേഴ്സൺ ഹൂ പ്രൊഫസസ് പ്രാക്ടീസ് ഓർ പ്രൊപ്പഗേറ്റ്സ് ഹിന്ദുയിസം ഈസ് കോൾഡ് ഹിന്ദു. ഏതൊരു വ്യക്തിയാണോ ഹിന്ദു എന്ന മതത്തിനെ പ്രൊഫസ് ചെയ്യുന്നത്, അതുപോലെ ആ മതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, അതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള വ്യക്തികളെയെല്ലാം ഹിന്ദുസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. Therefore, the term Hindu includes the following persons. അതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന വേർഡിൽ കുറച്ച് ആൾക്കാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. The first one is person who are Hindus, Sikhs, Jains and Buddhist by religion. ഹിന്ദു, സിഖ്, ജെയിന്, ബുദ്ധിസ്റ്റ് ഈ റിലീജിയനിൽ പെടുന്ന ആൾക്കാരെയെല്ലാം ഹിന്ദുസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ the person who are born in ഹിന്ദു, സിഖ്, ജെയിൻ ഓർ ബുദ്ധിസ്റ്റ് പാരൻസ്. അതുപോലെ തന്നെ ഹിന്ദു, സിഖ്, ജെയിന്, ബുദ്ധിസ്റ്റ് ഇവരുടെ എല്ലാം പാരൻസ് ഹിന്ദു, സിഖ്, ജെയിന്, ബുദ്ധിസ്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ മക്കളെ ഹിന്ദുസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓൾ ദോസ് പേഴ്സൺസ് ഹു ആർ നോട്ട് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പാഴ്സീസ് ഓർ ജൂസ് ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ ആൻഡ് ടു ഹൂം നോ അതർ ലോ ഈസ് അപ്ലിക്കബിൾ. അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന അവർ മുസ്ലിം ആവാൻ പാടില്ല, ക്രിസ്ത്യൻ ആവാൻ പാടില്ല, പാർസി ആവാൻ പാടില്ല, ജൂസും ആവാൻ പാടില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്, അവർക്ക് വേറൊരു ലോയും അപ്ലിക്കബിളും അല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയും ഹിന്ദുസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കൺവേർട്സ് ഓർ റീകൺവേർട്സ് ടു ഹിന്ദുയിസം, ഹിന്ദുയിസത്തിലേക്ക് മാറിയ ആൾക്കാരെയും അതുപോലെ റീകൺവേർട്സ് ആയിട്ടുള്ള ആൾക്കാരെയും ഹിന്ദുയിസം ആയിട്ട് കൺസിഡർ ചെയ്യാം. എനി ചൈൽഡ് ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ബോത്ത് ഓഫ് ഹൂസ് പാരൻസ് ആർ ഹിന്ദുസ്. ഏതൊരു കുട്ടി ലെജിറ്റിമേറ്റ് ആവാം അല്ലെങ്കിൽ ഇല്ലെജിറ്റിമേറ്റ് ആവാം. ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള വിവാഹത്തിലൂടെ ഉണ്ടാവണ ചൈൽഡിനെയാണ് ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറയുന്നത്. ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള കുട്ടികളെയാണ് ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസ് ഹിന്ദുസ് ആണെങ്കിൽ ആ കുട്ടികളെയും ഹിന്ദുസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓൾ ദോസ് പേഴ്സൺസ് ഹു ഫോളോ എനി ആൻഷ്യൻ്റ് ഓർ മോഡേൺ സെക്ട് ഓർ സബ്സെക്ട് ഓഫ് ഹിന്ദുസ് ആർ ഓൾസോ ഹിന്ദുസ്. പഴയ കാല രീതിയിലോ അതേപോലെ പുതിയ കാല രീതിയിലോ ഉള്ള ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഹിന്ദുസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് ഹു ഈസ് എ മുസ്ലിം എന്ന് നോക്കാം. എനി പേഴ്സൺ ഹു സബ്സ്ക്രൈബ്സ് ടു ദ ബേസിക് ടെനറ്റ്സ് ഓഫ് ഇസ്ലാം ഈസ് എ മുസ്ലിം. ഏതൊരു വ്യക്തിയാണോ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ ഫോളോ ചെയ്യുന്നത് അവരെ മുസ്ലിമായിട്ട് കൺസിഡർ ചെയ്യാം. അക്കോർഡിംഗ് ടു ഹോളി ഖുറാൻ, ഇസ്ലാം മീൻസ് സബ്മിഷൻ ടു ദ വിൽ ഓഫ് ഗോഡ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിംസിൻ്റെ ഒരു ഹോളി ബുക്കാണ് ഖുറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖുറാനിൽ സബ്മിഷൻ ടു ദ വിൽ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവ
പിന്തുണയോടുള്ള സമർപ്പണം, അതിനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. ദ സെക്കുലർ മീനിങ് ഓഫ് ഇസ്ലാം ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പീസ്. ഈ മുസ്ലിം എന്നുള്ള വിഭാഗത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് സമാധാനം സ്ഥാപിക്കുക എന്നാണ് അവരുടെ ഒരു ഉദ്ദേശം. ദ ബേസിക് ടെനറ്റ്സ് ഓഫ് ഇസ്ലാംസ് ആർ, ഇസ്ലാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് തത്വങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ 2 എണ്ണമാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ, ഗോഡ് ഈസ് വൺ, ദൈവം ഒന്നാണ്. അതുപോലെ മുഹമ്മദ് ഈസ് ദ പ്രൊഫറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഹൂ ഈസ് എ ക്രിസ്ത്യൻ എന്ന് നോക്കാം. ഈ ക്രിസ്ത്യൻ ഈസ് എ പേഴ്സൺ who follows the teachings of Jesus Christ and identifies with Christianity, a religion based on his life, death and resurrection. ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്ന, അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം, മരണം, അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് ക്രിസ്ത്യനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്രിസ്ത്യൻസ് ബിലീവ്സ് ദാറ്റ് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ് and the savior of humanity, and they seek to live according to his teachings as found in the Bible, especially the New Testament. എന്താണ്? യേശു ദൈവപുത്രനാണെന്നും മനുഷ്യരാശിയുടെ രക്ഷകനാണെന്നും വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. അവർ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സൊക്കെ ഈ ന്യൂ ടെസ്റ്റാമെൻറ്റ്, ബൈബിളിലെ ന്യൂ ടെസ്റ്റാമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ നിയമത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയെല്ലാം ക്രിസ്ത്യൻസായി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ദിസ് ഈസ് ദ ഡെഫിനിഷൻസ് ഓഫ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ആരാണൊരു ഹിന്ദു, ആരാണൊരു ക്രിസ്ത്യൻ, ആരാണൊരു മുസ്ലിം, ഇതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇനി ഈ ലോയിൽ തന്നെ സോഴ്സസ് ഉണ്ട്, അതുപോലെ സ്കൂൾസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഈ ഹിന്ദു ലോ, മുസ്ലിം ലോ, ക്രിസ്ത്യൻ ലോ ഇതിലെല്ലാം പറയുന്നുണ്ട്. ഇനി ഇതിലെ ഓരോ കാറ്റഗറീസായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് നോക്കാം.